രാവിലെ ഓഫീസിലേക്ക് പോകാൻ മറ്റൊരു ദിവസവും ഇല്ലാത്ത ധൃതിയായിരുന്നു മാളുവിന്. പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞു വന്ന് ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. കയ്യിലുള്ള എല്ലാ ഡ്രസ്സ് വെച്ച് നോക്കിയിട്ടും തൃപ്തി വരാത്തതുപോലെ തോന്നി അവൾക്ക്. ഒടുവിൽ കഴിഞ്ഞ ഓണത്തിന് എടുത്ത സാരിയിൽ കണ്ണുകൾ ചെന്നെത്തി. ഗൗതം ഇതുവരെ അവളെ സാരിയിൽ കണ്ടിട്ടില്ല. അവൾ സന്തോഷത്തോടെ അതെടുത്തു. ഇത് മതി, ഇന്ന് എൻ്റെ ലുക്ക് കണ്ട് ഗൗതം വാസുദേവൻ്റെ കണ്ണ് തള്ളിപ്പോകും, കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം പറഞ്ഞു. അവളുടെ ഈ ഒരുക്കമൊക്കെ കണ്ടിട്ടാണ് ദിവ്യ മുറിയിലേക്ക് വന്നത്. ഇന്ന് നിനക്ക് ലീവ് എടുത്തൂടെ മാളു? നോക്ക്, കവളിലെ പാട് ഇതുവരെ പോയിട്ടില്ല. ഇന്നും കൂടി ഇവിടെ ഇരുന്ന് ഐസ് വെക്ക്. എൻ്റെ അമ്മ ഇന്ന് ഓഫീസിൽ വളരെ അത്യാവശ്യമായി ചെയ്ത് തീർക്കേണ്ട ജോലികളുണ്ട്. രാവിലത്തെ നേരത്തെ വരണേ എന്ന് പ്രത്യേകം പറഞ്ഞതാ. മാളു പൊട്ടുതൊട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ ജോലി, അതിനാണല്ലോ നീ ഈ ഡ്രസ്സും എല്ലാം വാരി വലിയിട്ട് സ്വാരി എടുത്തേക്കുന്നേ. എന്നെ കൊണ്ടൊന്നും പറയക്കണ്ട മാളു നീ, ദിവ്യ ഒത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. മാളു അമ്മയെ നോക്കിയൊരു ചമ്മിയെ ചിരിച്ചിരിച്ചു. അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനീഷ് ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നത് കണ്ടു. അച്ഛൻ രാവിലെ ജോലിക്ക് പോയി. അവൾ വരുന്നത് കണ്ട മഹേഷ് അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞിരുന്നു. മാളവും വിട്ടുകൊടുത്തില്ല. പുച്ഛത്തോടെ മുഖം കൊട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അല്ല പിന്നെ, ഭാവം കണ്ടാൽ തോന്നും ഞാൻ അങ്ങോട്ട് അടിച്ചതെന്ന് അവൾ പിറുപിറുത്തു. രാവിലെ നേരത്തെ ഇറങ്ങിയതെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ട കാരണം സാധാരണ ചെല്ലുന്നതിന് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഓഫീസിലെത്തിയത്. എന്തൊക്കെ പ്രതീക്ഷയിലാണ് രാവിലെ സാരി ഉടുത്തത്. ചകുത്താൻ്റെ കൂടെ കുറച്ച് റൊമാൻറ്റിക് ടൈമൊക്കെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. വെറുതെ ഇതൊക്കെ വലിച്ചു വാരിച്ചുറ്റി അവൾ നെടുവേർപ്പോടെ പറഞ്ഞു. അകത്തേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അവളെ അതിശയത്തോടെ നോക്കി. സാരിയിൽ തന്നെ കണ്ടിട്ടാണ് ഈ നോട്ടമെന്ന് മനസ്സിലായ അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എടി, നിനക്കിത്ര ഗ്ലാമർ ഉണ്ടായിരുന്നോ? കിഷോർ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. പിന്നെ, ഇത് വേറൊന്നുമല്ല, വിശ്വാമിത്രൻ്റെ തപസ്സിലെത്താൻ വേണ്ടിയുള്ള ഒരുക്കമാണ്, ശ്രുതി കിഷോറിനോട് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും സൈലൻ്റ് ആയ പോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതം അവരെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോയി. മാളവിക, എൻ്റെ കൂടെ വരൂ. ഇത് പറഞ്ഞ് ഗൗതം ക്യാബിനിലേക്ക് പോയി. തന്നെ കണ്ടിട്ടും ആ മുഖത്ത് ഞെട്ടലൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ പുറകെ മാളവും. ക്യാബിനിലെത്തിയിട്ടും മാളു ഗൗതത്തിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വലിയ ഗൗരവത്തിൽ ഫയലൊക്കെ എടുക്കുന്നു. അവൻ ആ ഫയൽ അവൾക്ക് കൊടുത്തു. ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്ക്. അവൾ അത് വാങ്ങിയപ്പോഴേക്കും അടുത്ത ചോദ്യവും എത്തി. നമ്മളിപ്പോൾ എവിടെയാ എന്ന് മാളവികക്ക് അറിയാമോ? ഗൗതം ചോദിച്ചു. മാളുവാകട്ടെ ഇയാളിതെന്താ പറയുന്നത് എന്നുള്ള ഭാവത്തിലായിരുന്നു. കമ്പനിയല്ലേ സാർ? ആണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാവരും ജോലി എടുക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്, അതോ ഇവിടെ ഇന്ന് തിരുവാതിര വല്ലതും നടക്കുന്നതായിട്ട് മാളവികക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ? അവളുടെ മുഖം കണ്ടിട്ട് ചിരി ഒളിപ്പിച്ചു വെച്ചു അവൻ ചോദിച്ചു. അവൾ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി. ദുഷ്ടൻ, ഇയാളെ കാണിക്കാൻ കെട്ടിയൊരുങ്ങി വന്ന് എന്നെ പറഞ്ഞാൽ മതി. ചെകുത്താൻ എന്ന് പേരൊന്ന് മാറ്റി ഗൗതം ഏട്ടൻ എന്ന് സേവ് ചെയ്യാൻ സമ്മതിക്കില്ല ഇയാൾ. സോറി സാർ, ഇനി ഉടുക്കില്ല ഞാൻ. അതും പറഞ്ഞ് വിഷമത്തോടെ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഒന്ന് നിന്നേ. ഗൗതമിൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. നിന്നെ ആരാ അടിച്ചേ? അവളുടെ കവളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് ഏട്ടനാ. അവൾ പറഞ്ഞതും അവൻ്റെ മുഖം മാറുന്നത് കണ്ടു. ആരാ പെണ്ണ് കാണാൻ വന്നത്? ദർശൻ. ആ പേര് കേട്ടതും ഗൗതത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേഷ്യം കടിച്ചമർത്താൻ വേണ്ടി അവൻ മുഷ്ടി ചുരുട്ടുന്നത് മാൾ ഒരു ഭയത്തോടെയാണ് കണ്ടുനിന്നത്. പക്ഷേ അവൻ്റെ അടുത്ത ചോദ്യം അവളുടെ ഭയത്തെ മാറ്റുന്നതായിരുന്നു. ഭയം മാത്രമല്ല, ഒരുമാതിരി എല്ലാ വികാരങ്ങളും അവളുടെ അടുത്ത് നിന്ന് പോയി. പ്രതികരിക്കാതെ കണ്ണു തുറച്ചു നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. നിനക്ക് വേദന ഉണ്ടോ എന്ന്? ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് അടിച്ചണപ്പല് തെറിപ്പിച്ച മനുഷ്യനെ അവൾ മനസ്സിലോർത്തു. പക്ഷെ അതിപ്പോൾ പറഞ്ഞ ഇതുവരെ തുഴഞ്ഞു കറുക്കടുപ്പിച്ചതൊക്കെ വെറുതെ ആകും. അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു, രാവിലെ ആയപ്പോഴേക്കും മാറി എന്നവൾ ഒരു ചിരിയോടെ പറഞ്ഞു. അവളുടെ ചിരി കണ്ടപ്പോഴാണ് ഗൗതത്തിന് അവനെന്താ ചോദിച്ചേ എന്നുള്ള ബോധം വന്നത്. പിന്നെ ഒന്നും പറയാതെ അവൻ ലാപ്പിലേക്ക് മുഖം പൂഴ്ത്തി. തിരികെ സീറ്റിലെത്തുമ്പോഴും അവളുടെ ചുണ്ടിൽ ആ ചിരി ഉണ്ടായിരുന്നു. അന്നത്തെ ജോലികൾ ചെയ്യാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു. പെട്ടെന്ന് ജോലികൾ തീർക്കുന്ന അവളെ മറ്റു സ്റ്റാഫുകൾ അനുഗ്രഹജീവിയെപ്പോലെ നോക്കി. അവൾക്കറിയില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ചെക്കുത്താനെ കാണാൻ വേണ്ടിയാണ് ആക്രാന്തം പിടിച്ച് ഇതെല്ലാം കൂടി ചെയ്യുന്നതെന്ന്. മോളിവിടെ സ്വപ്നം കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നോ? നിന്റെ കഞ്ഞിയിലെ പാറ്റ അകത്തേക്ക് പോയിട്ടുണ്ട്, ശ്രുതി അവളോട് പറഞ്ഞു. മാളു ഇരിക്കുന്നിടത്ത് നിന്നും ചാടി എണീറ്റു. ഈശ്വര, ആ പുട്ടി പിന്നെയും വന്നോ? നിന്നോടാരാ പറഞ്ഞ അവൾ വന്നിട്ടുണ്ടെന്ന്? ആരും പറയണ്ട, ഞാൻ കണ്ടതാ. നന്ദൻ സാറിൻ്റെ കൂടെ വരുന്നത്, ശ്രുതി പറഞ്ഞു. നീ നോക്കിക്കോ, ആ പുട്ടിയെ ഞാൻ മിക്കവാറും വിഷം കൊടുത്തു കൊല്ലും. മനുഷ്യൻ എങ്ങനെയെങ്കിലും ആ തോണിയൊന്ന് തുഴഞ്ഞു കരക്കടുപ്പിക്കുമ്പോൾ കൃത്യസമയത്ത് വന്നോളും. കെട്ടയച്ചു വിടാൻ. തന്ന ഫയലുകൾ മുഴുവൻ നേരത്തെ നോക്കി കൊടുത്തല്ലോ. ഇനിയിപ്പോൾ എന്ത് കാരണം പറഞ്ഞ ഒന്ന് അകത്തേക്ക് പോകുന്നത്? അവൾ അതും പറഞ്ഞ് ക്യാബിനിലേക്ക് എത്തി. നോക്കി നിന്നപ്പോഴാണ് പുണ്യാളായ രാമൻ ചേട്ടൻ ചായയും കൊണ്ട് വരുന്നത് കണ്ടത്. രാമൻ ചേട്ടാ എന്ന് വിളിച്ചവൾ ഓടിച്ചെന്ന് ട്രേ പിടിച്ചു വാങ്ങി. ചേട്ടൻ പൊക്കോ, ഞാൻ കൊടുത്തോളാം. ചായയും കൊണ്ട് അകത്തേക്ക് വരുന്ന അവളെ കണ്ടതും ഗൗതം ഒന്ന് ഞെട്ടി. പിന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തിരിഞ്ഞു നോക്കിയ പ്രിയയുടെ മുഖം മാളുവിനെ കണ്ടതും ഇരുണ്ടു. പുതിയതായി ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ പേരിൽ ഗൗതമിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം എന്ന് വിചാരിച്ചു വന്നതായിരുന്നു അവൾ. തന്നെ കണ്ടിട്ടാണ് പ്രിയയുടെ ഈ ഭാവമാറ്റമെന്ന്
മാളുവിന് മനസ്സിലായി. അവൾ തിരിച്ചു പുച്ഛത്തോടെ ചിരിച്ചു. സമ്മതിക്കില്ല മോളെ, ഞാൻ വർഷങ്ങൾ കൊണ്ട് നോക്കി വച്ചേക്കുന്ന പ്രോപ്പർട്ടിയാ. നിന്റെ ഒരു പരിപ്പും ആ കലത്തിൽ വേവിക്കാൻ ഈ മാളു സമ്മതിക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഇതെന്താ മാളവിക, സാരിയൊക്കെ എടുത്ത് കല്യാണത്തിന് വന്നതാണോ ഇവിടെ? പ്രിയ മാളുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. മാളു മുഖം ദേഷ്യം കടിച്ചമർത്തി ഗോതത്തിനെ നോക്കിയപ്പോൾ അവിടെയും പ്രിയ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അത് കണ്ടപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ധൈര്യം വന്ന പോലെ തോന്നി. പറയാൻ പറ്റില്ലല്ലോ മാഡം, എപ്പോഴാ കല്യാണം നടക്കുന്നേ എന്ന്. ഒരാൾ ന്യൂസ് പറയാൻ വേണ്ടി വെയിറ്റിംഗാ. പറയേണ്ട താമസം. കല്യാണത്തിന് ഞാൻ റെഡിയാ, അവൾ കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഗോതത്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പ്രിയക്ക് മനസ്സിലായി. ഗോതം ഇപ്പോൾ ചൂടാകും എന്ന് പ്രതീക്ഷിച്ച ഗോതമിനെ നോക്കിയപ്പോൾ അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പേടി മനസ്സിൽ നിറയുന്ന പോലെ തോന്നി പ്രിയക്ക്. മാളു ചായ ടേബിളിൽ വെച്ചിട്ട് അവിടെ തന്നെ നിന്നു. പ്രിയ ചായ എടുത്ത് കുടിച്ചു നോക്കി. ഇതിന് കടുപ്പം പോരല്ലോ. മാളവിക കടുപ്പത്തിലൊരു ചായ വാങ്ങിത്തരുമോ, അവൾ പുച്ഛച്ചിരിയോടെ ചോദിച്ചു. മാളു പെട്ടെന്ന് തന്നെ രാമൻചാട്ടനെ വിളിച്ചു കടുപ്പത്തിൽ ഒരു ചായ പറഞ്ഞു. രാമൻചാട്ടൻ ചായ കൊണ്ട് വെച്ചിട്ട് പോയി. അവൾ പോകില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയ അവളെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയം അല്ല എന്നുള്ള ഭാവത്തിലായിരുന്നു മാളു. ഇനി നോക്കിയിട്ടും കാര്യം ഇല്ലെന്ന് തോന്നിയിട്ടാകും. പ്രിയ വീണ്ടും ഗോതത്തിന് നേരെ തിരിഞ്ഞു. ഗോതം, അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച പോലെ നടക്കട്ടെ അല്ലേ? ഞാൻ നാളെ രാവിലെ എത്താം. എന്ത് കാര്യങ്ങൾ എന്നുള്ള ഭാവത്തിലായിരുന്നു മാളു. മാളവിക പ്രിയയും പ്രിയയുടെ അസിസ്റ്റന്റും ഇനി കുറച്ചുനാൾ ഓഫീസിൽ ഉണ്ടാകും. പുതിയ പ്രൊജക്റ്റ് തീരുന്നതുവരെ പ്രിയ ഇവിടെ കാണും. സോ പ്രിയക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ, ഗൗതം മാളുവിനോട് പറഞ്ഞു. പ്രിയ ഇത്തിരി അഹങ്കാരത്തോടെ മാളുവിനെ നോക്കി. മാളു കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. ദൈവമേ, ഈ പൊട്ടി ഓഫീസിൽ വരാനോ? വല്ലപ്പോഴും മാത്രം സഹിച്ചാൽ മതിയായിരുന്നു നേരത്തെ. ഇതിന് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാനാ ഈശ്വര? മനസ്സ് പല വിധത്തിൽ കാട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയയുടെ നോട്ടം കണ്ടത്. അവൾ മെയിൻറ്റ് ചെയ്യാതെ ഗോതത്തിനെ നോക്കി നിന്നു. ഗോതം, കോൺഫറൻസിൻ്റെ കാര്യമൊക്കെ ഓക്കെ അല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? പ്രിയ ചോദിച്ചു. ഗോതം സമ്മതം മൂളിയപ്പോൾ മാളുവിന് നേരെ തിരിഞ്ഞു. മാളവിക, മറ്റന്നാളേക്ക് ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ 2 ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എന്നിട്ട് ഡീറ്റെയിൽസ് എനിക്ക് മെസ്സേജ് ചെയ്യണം. മാളു സംശയത്തോടെ നോക്കി. മാഡം വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡീറ്റെയിൽസ്? ഗോതവും പ്രിയയും അവളെ സംശയത്തോടെ നോക്കി. അല്ല ബോസ്, എവിടെ പോയാലും അസിസ്റ്റൻ്റ് കൂടെ വേണമല്ലോ. അപ്പോൾ പിന്നെ 2 ടിക്കറ്റ് മാത്രം ആണുള്ളതെങ്കിൽ മാഡം എന്ത് ചെയ്യും എന്ന് ചോദിച്ചതാ, അവൾ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. അവളുടെ മറുപടി ഗോതമിൽ ചിരി ഉണർത്തി. അവൻ്റെ ചിരി കണ്ടിട്ട് പ്രിയക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിലും മാളു ഉണ്ടോ എന്ന ചിന്ത അവളെ വല്ലാത്ത അസ്വസ്ഥയാക്കി. ദെൻ 4 ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, എൻ്റെ സെക്രട്ടറിക്കും കൂടെ. പ്രിയ പറഞ്ഞു നിർത്തിയതും ഡോറിൽ മുട്ട് കേട്ടു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നപ്പോളെ അവൻ്റെ കണ്ണുകൾ മാളവിൽ ആയിരുന്നു. അതവളിൽ ചെറിയ അലോസരം ഉണ്ടാക്കി. ഇതാണ് എൻ്റെ സെക്രട്ടറി ജീവൻ, പ്രിയ പരിചയപ്പെടുത്തി. മാളു ഒന്ന് ചിരിച്ചു. അവൻ അപ്പോഴും അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. ഗൗതമിനെ നോക്കിയപ്പോൾ അവൻ ജീവനെ ദേഷ്യത്തോടെ നോക്കുന്നതാണ് കണ്ടത്. പിന്നെ അവിടെ നിൽക്കാതെ അവൾ പെട്ടെന്ന് പുറത്തിറങ്ങി. മാളു ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാണ് മഴ പെയ്യുന്നത് കണ്ടത്. ഇനിയിപ്പോൾ എങ്ങനെ പോകും? ലക്ഷണം കണ്ടിട്ട് ഉടനെ ഒന്നും തോരുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇനി മേലാൽ സാരി ഉടുക്കില്ല. നാശം ഉടുത്തോണ്ട് വന്നപ്പോൾ മനുഷ്യനും 8ൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗൗതവും പ്രിയയും പുറത്തേക്ക് പോരുന്നത് നോക്കി അവൾ അവിടെ നിന്നു. മാളു നോക്കുന്നത് കണ്ടിട്ട് പ്രിയ ഗൗതത്തിനോട് കുറച്ചു നേരം കൂടി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ താല്പര്യമില്ല എന്നുള്ള ഭാവം കണ്ട് യാത്ര പറഞ്ഞു പോയി. അവൾ പോയ ഉടനെ മാളു ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? മഴയത്ത് ഈ സാരി മുടുത്ത് സ്കൂട്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അവൾ പരമാവധി വിനയം വരുത്തി പറഞ്ഞു. പിന്നെ ഞാൻ നിന്റെ ഡ്രൈവറല്ലേ, മഴ തോർന്നിട്ട് പോയാൽ മതി നീ. അതും പറഞ്ഞ് ഗൗരവത്തിൽ അവൻ തിരിഞ്ഞു കാറിൻ്റെ ഡോർ തുറന്നെങ്കിലും ജീവൻ്റെ ശബ്ദം കേട്ട് അവിടെ നിന്നു. ജീവൻ പെട്ടെന്ന് മാളുവിൻ്റെ അടുത്തേക്ക് വന്നു. താൻ പോയില്ല അല്ലേ? ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ. എന്തായാലും കൂട്ടായി ഞാൻ. ജീവൻ അവൾ കൈ നീട്ടി. മാളു ആ കൈയിലേക്ക് കൈ കൊടുക്കാൻ തുടങ്ങിയതും വണ്ടിയിൽ പോയി കയറിയിരിക്കടി എന്നുള്ള അറച്ച കേട്ടു. പിന്നൊന്നും നോക്കിയില്ല. ഒറ്റ ഓട്ടത്തിന് കാറിൽ കയറിയിരുന്നു. യാത്രയിൽ ഉടനീളം 2 പേരും മിണ്ടിയില്ല. മാളു മഴയും പുറത്തെ കാഴ്ചകളും ഒക്കെ നോക്കിക്കണ്ടിരുന്നു. ഗൗതത്തിൻ്റെ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല. ഇപ്പോൾ സംസാരിക്കാൻ പോയാൽ പണി വാങ്ങി ഇന്നത്തെ ഉറക്കവും പോകും എന്ന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് മാളവും മിണ്ടാൻ പോയില്ല. അവളെ വീട്ടിൽ ഇറക്കിയ ശേഷം അവൻ പോയി. ഗൗതത്തിൻ്റെ കാർ ഗേറ്റ് കടന്ന് വരുന്നതും കണ്ടതും ബീനയും വാസുദേവനും മുഖത്ത് വിഷമം ഇരുന്നു. അവൻ അകത്തേക്ക് നടന്നു വരുന്നത് കേട്ടതും ബീന പറയാൻ തുടങ്ങി. എന്നാലും അവർ മാളവിൻ്റെ സമ്മതം പോലും ചോദിക്കാതെ ഈ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നതെന്തിനാ എന്നാ മനസ്സിലാകാത്തെ. കേട്ടതിൻ്റെ ഞെട്ടലിൽ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നു ഗൗതം. മാളുമോൾക്ക് ഇനി 1 മാസം കൂടിയേ വിവാഹത്തിന് സമയം ഉള്ളൂ എന്നാ ജോത്സ്യൻ പറഞ്ഞ്. അല്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിയും പോലും. മോഹൻ നാളെ മോനുവിനോട് സംസാരിക്കാം എന്നാ പറഞ്ഞേക്കുന്നേ. അവൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. എന്നിട്ട് വേണം ദർശൻ്റെ ഉറപ്പിക്കാൻ, വാസുദേവൻ പറഞ്ഞു. പാവം എൻ്റെ കുട്ടി. ദർശൻ അവൾക്ക് ജോലിക്ക് പോകുന്നതിനോടൊന്നും താല്പര്യമില്ല. നാളെ മോനുവിനോട് സംസാരിച്ച ശേഷം അവളെ കൊണ്ട് റിസൈൻ ചെയ്യിക്കാം എന്ന ദിവ്യ പറഞ്ഞ്. മാളുവിനെ നഷ്ടപ്പെടാൻ പോകുകയാണെന്നുള്ള തോന്നൽ അവനിൽ വല്ലാത്തൊരു
വല്ലാത്തൊരു വീർപ്പുമുട്ടൽ സൃഷ്ടിച്ചു. കുറച്ചു സമയത്തേക്ക് പരിസരം പോലും മറന്നു അവൻ. ബീന അവനെ തട്ടി വിളിച്ചപ്പോൾ മാത്രമാണ് ബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ വേറൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ റൂമിലേക്ക് നടന്നു.